മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിവരങ്ങൾ കണ്ണൻ നായർ നൽകും. കണ്ണൻ ഏറെ നാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. എപ്പോഴായിരുന്നു അന്ത്യം? സംസ്കാരം ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ഇന്ന് പുലർച്ചെ 4:00 എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചത്. കോൺഗ്രസിന്റെ ഒരു സൗമ്യ മുഖമായിരുന്നു ശൂരനാട് രാജശേഖരൻ. ശാസ്താംകോട്ട ടി.വി. കോളേജിൽ നിന്ന് അദ്ദേഹം സംഘടനാ പ്രവർത്തനം ആരംഭിച്ചു. KSUവിലൂടെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം പിന്നീട് DCC പ്രസിഡന്റ്, കൊല്ലം DCC പ്രസിഡന്റായി പ്രവർത്തിച്ചു. പിന്നീട് KPCC ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 2 തവണ ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഒരു തവണ നിയമസഭയിലേക്ക്, ഒരു തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചു. 2021 ജോസ് കെ മാണിക്കെതിരെ രാജ്യസഭയിലേക്ക് മത്സരിച്ചെങ്കിൽ അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്ത് തന്നെ അദ്ദേഹം അക്കാഡമിക് കാര്യങ്ങളിലും മികച്ച ഒരു ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഫിലോസഫിയിൽ അദ്ദേഹത്തിന് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. എപ്പോഴും എല്ലാവരോടും സൗമ്യമായി പെരുമാറുകയും എല്ലാ പ്രവർത്തകരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയുടെ വിയോഗമാണ് ഇപ്പോൾ ജീവനാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. കോൺഗ്രസിന് വലിയ ഒരു നഷ്ടം തന്നെയാണ് ഇത് മൂലമുണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇന്ന് ഉച്ചയോടുകൂടി നാട്ടിലേക്ക് കൊണ്ടുവരും. നേരത്തെ തന്നെ തന്റെ മരണത്തിന് ശേഷം ഒരു തരത്തിലുള്ള പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകരുത് എന്ന ശൂരനാട് രാജശേഖരൻ പറഞ്ഞിരുന്നു. അത് അദ്ദേഹത്തിന്റെ ലാളിത്യത്തിന്റെ ഒരു പ്രത്യേകത കൂടിയായി കണക്കാക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുദർശനം മറ്റു കാര്യങ്ങളോ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് DCC ഭാരവാഹികളിൽ നിന്ന് ലഭിക്കുന്നവരും. അദ്ദേഹത്തിന്റെ സ്വവസതിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരി. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.